ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് അയ്യപ്പ സംഗമത്തിൽ കൊടുക്കാനുള്ള ആകെ പണം 4.35 കോടി രൂപയാണ്. ഊരാളുങ്കലിന് മാത്രം കൊടുക്കാനുള്ളത് 4.04 കോടി രൂപയാണ്. ശേഷിച്ച തുക നൽകാനുള്ളത് ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകൾക്കാണ്. ഭക്ഷണത്തിനായി ചെലവായ തുകയിലും കള്ളക്കണക്കാണ്. ആർ അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, ഇതിപ്പോൾ കോടികളുടെ ഒരു നഷ്ടസംഗമമായി മാറിയിരിക്കുകയാണ്. ഓഡിറ്റ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആകെ മൊത്തം കണക്കുകളിൽ പൊരുത്തക്കേടാണല്ലോ, അല്ലേ? തീർച്ചയായിട്ടും സന്ധ്യ, ശബരിമല ആഗോള അയ്യപ്പ സംഗമം അതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ഇന്നലെ ഹൈക്കോടതിയിൽ വന്നിരുന്നു. ഹൈക്കോടതി രൂക്ഷമായി ദേവസ്വം ബോർഡിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. കള്ളക്കണക്കുകളുടെയും ഒപ്പം തന്നെ വലിയ നഷ്ടങ്ങളുടെയും കണക്കാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയ്യപ്പ സംഗമത്തിന്റെ ചെലവുമായി ബന്ധപ്പെട്ട് ഇനിയും പണം കൊടുത്തു തീർക്കാൻ ഉണ്ട് എന്നുള്ളതാണ്. വലിയ കടം അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വരുത്തി വെച്ചിരിക്കുന്നു. അതിൽ ഈ 4.35 കോടി രൂപയാണ് വിവിധ ഇനങ്ങളിൽ വിവിധ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ളത്. ഈ 4.35 കോടി രൂപയിൽ 4.004 കോടി രൂപയും കൊടുക്കാനുള്ളത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ് ആയിരുന്നു സംഗമത്തിന്റെ ഇവന്റ് മാനേജ്മെന്റ് ആയിട്ട് പ്രവർത്തിച്ചത്. അതിന്റെ ചെലവായിട്ടാണ് അവർക്ക് 4 കോടിയോളം രൂപ നൽകാൻ ഇനിയും ബാക്കിയുള്ളത്. ഇതിൽ ഇവർക്ക് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള ഈ സ്ഥാപനത്തിന് കരാറില്ലാതെ, അതായത് ടെൻഡർ ഇല്ലാതെയാണ് ഇവർക്ക് ഈ കരാർ കൊടുത്തിരുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ശേഷിക്കുന്ന കടം വരുത്തി വെച്ചിരിക്കുന്നത് വിവിധ ഹോട്ടലുകൾക്കാണ്. മാത്രമല്ല, ഈ അയ്യപ്പ സംഗമവും പമ്പയിലാണ് നടന്നതെങ്കിലും ഹോട്ടലുകളെല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നത് കോട്ടയത്തും കുമരകത്തും മൂന്നാറിലുമൊക്കെയാണ്. അതിന്റെ ഏകദേശ കണക്ക് ഇങ്ങനെയാണ്. അതായത് കുമരകത്തെ പ്രധാനപ്പെട്ട ഹോട്ടൽ ബാർ ഹോട്ടൽ ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിന് 12,80,168 രൂപയാണ് കൊടുക്കാനുള്ളത്. ഗവൺമെന്റ് ഇക്കോ ലോഡ്ജിന് 39,018 രൂപയും ഗ്രീൻഫീൽഡ്സ് കുമരകം എന്ന ഹോട്ടലിന് 18,5,131 രൂപയും, ഗസ്റ്റ് ഹൗസ് തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിന് 15,800 രൂപയും, KTDC കുമരകം ഗേറ്റ്വേക്ക് 64,376 രൂപ. അങ്ങനെ വിവിധ ഹോട്ടലുകൾക്ക് വിവിധ കണക്കാണ്. മൊത്തം ഈ ഏതാണ്ട് 30 ലക്ഷത്തോളം രൂപ ആ ഇനത്തിൽ കൊടുക്കാൻ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക്, അതായത് വ്യാജ കണക്കെന്ന് അല്ലെങ്കിൽ കള്ളക്കണക്കെന്ന് വിശേഷിപ്പിക്കാവുന്ന കണക്കുള്ളത് ഈ അയ്യപ്പ സംഗമവുമായി അതിന്റെ ഭാഗമായി നടത്തിയ ഭക്ഷണം വിതരണത്തിലാണ്. അതായത് അയ്യപ്പ സംഗമത്തിന്റെ ദിവസം എല്ലാ പരിപാടിയും കഴിഞ്ഞ് രാത്രിയിൽ 3000 പേർ ഭക്ഷണം കഴിച്ചെന്നാണ് ഈ ദേവസ്വം ബോർഡിന്റെ കണക്കിൽ കാണുന്നത്. അതിന് ഏതാണ്ട് 1000 പേർക്കാണ് ഭക്ഷണം നിശ്ചയിച്ചിരുന്നത്. പക്ഷെ 2000 പേർ കൂടി അധികം വന്ന് കഴിച്ചു എന്നുള്ളതാണ് ഈ കണക്കിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അന്ന് രാത്രി ആകെ 500 പേര് മാത്രമായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരാൾക്ക് 150 രൂപ വീതം രാത്രിയിൽ ഭക്ഷണത്തിന് മാത്രം 4.5 ലക്ഷം രൂപ ചെലവിട്ടതായി ഈ കണക്കിൽ കാണിച്ചിരിക്കുന്നതെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനൊപ്പം ഉച്ചയ്ക്ക് 5000 പേർ ഭക്ഷണം കഴിച്ച വകയിൽ ഏതാണ്ട് 8.5 ലക്ഷം രൂപ ചെലവായെന്നും പറയുന്നുണ്ട്. അപ്പോൾ 5000 പേരെന്ന് പറയുമ്പോൾ ആ അയ്യപ്പ സംഗമത്തിൽ ആകെ മുഴുവൻ പേരായിട്ടും 4000 പേരോളം മാത്രമേ പങ്കെടുത്തു എന്നുള്ളത് അന്ന് മന്ത്രി തന്നെ പറഞ്ഞതാണ്. അപ്പോൾ മൊത്തത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഈ വലിയ കള്ളക്കണക്ക് ഈ അയ്യപ്പ സംഗമത്തിന്റെ കണക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഓഡിറ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നടപടികൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ സർക്കാർ ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ ഭക്ഷണത്തിന്റെ ഉൾപ്പെടെ സ്റ്റേ ഉൾപ്പെടെ ഇപ്പൊ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിന് റൂം എടുത്തിരിക്കുന്നത് കോട്ടയത്തും കുമരകത്തുമാണ്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും വലിയൊരു കള്ളക്കണക്ക്, ഒരു 500 പേർ കഴിച്ച ഭക്ഷണത്തിന് 3000 പേർ ഭക്ഷണം കഴിച്ചു എന്ന രീതിയിൽ കണക്കുകൾ വരുമ്പോൾ സർക്കാർ ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. തുടർ നടപടികളൊക്കെ എങ്ങനെയായിരിക്കും ഇതിൽ? ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് വിഭാഗത്തോട്, അതായത് സർക്കാരിന്റെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിനോട് കൃത്യമായ ഇതുമായി ഓഡിറ്റ് നടത്താനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ദേവസ്വം ബോർഡിന് നഷ്ടം ഉണ്ടാകില്ല എന്നുള്ള വാദത്തിലാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയത്. അങ്ങനെ ഒരു ഉറപ്പ് ഹൈക്കോടതിക്ക് നൽകിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്തിയത്. പക്ഷെ ആ ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്നലെ എത്തിയപ്പോൾ കോടതി അതിരൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. ഏതായാലും ഇനി
ഔദ്യോഗികമായ ഓഡിറ്റ് നടന്നു കഴിയുമ്പോൾ ആ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരും. അതിനുശേഷമാകും ഹൈക്കോടതി ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണെന്ന് തീരുമാനിക്കുക. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട്, അതിൽ വന്നിരിക്കുന്ന വിവരങ്ങളാണ് അനന്തൻ പറഞ്ഞത്. അയ്യപ്പ സംഗമത്തിൽ കൊടുക്കാനുള്ള ആകെ പണം എന്ന് പറയുന്നത് 4.35 കോടി രൂപയാണ്. വലിയ രീതിയിലുള്ള പൊരുത്തക്കേട് കണക്കുകളിലൊക്കെ പറയുന്നു. ഭക്ഷണം കഴിച്ചതിൽ, അതുപോലെ തന്നെ ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകൾക്കൊക്കെ നൽകാനുള്ള തുക എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി ഓഡിറ്റിംഗ് ഒക്കെ നടക്കേണ്ടതുണ്ട്. ഹൈക്കോടതിയിൽ സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കേണ്ടി വരുമെന്നതാണ്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.